എന്തുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചു? ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമൈനി, മകൾ, ചെറുമകൻ, പ്രതിരോധ മന്ത്രി ഇവരൊക്കെ കൊല്ലപ്പെട്ടതായി ഇറാൻ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ ചാനലിന്റെ വാർത്താ അവതാരകൻ ഖമൈനിയുടെ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്നത് നമ്മുടെ മലയാള ടെലിവിഷൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്നുള്ള ചൊല്ലുപോലെ ഇറാൻ കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ, ദുബായ്, അബുദാബി എന്നീ രാഷ്ട്രങ്ങളിലേക്ക് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തു. ഫലമോ വിമാന ഗതാഗതമാകെ താറുമാറായി. ജനങ്ങൾ പരക്കം പാഞ്ഞു. ഡെയിലി ന്യൂസ് ഈ സ്പെഷ്യൽ സ്റ്റോറി തയ്യാറാക്കുമ്പോൾ യുദ്ധം കനക്കുകയാണ്. പശ്ചിമേഷ്യ മാത്രമല്ല, ലോകമാകെ ഈ യുദ്ധ സാഹചര്യത്തിൽ പരിഭ്രാന്തിയിലാണ്. ആദ്യം 80 സ്കൂൾ കുട്ടികൾ ആയിരുന്നെങ്കിൽ ഈ കൂട്ടക്കുരുതിയിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണം 100 കണക്കിന് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഗൾഫ് രാജ്യങ്ങളും ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്താണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുന്നതിനുള്ള കാരണങ്ങൾ? ഇറാന്റെ വലിയ തോതിലുള്ള ആണവ കേന്ദ്രങ്ങളും മിസൈൽ ശേഖരവും ആഗോളതലത്തിൽ ഭീഷണി ഉയർത്തുമെന്ന ആശങ്ക ഇരു രാജ്യങ്ങൾക്കുമുണ്ട്. ദീർഘകാലമായി തുടരുന്ന ഉരസലുകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ഇറാനെതിരെ സംയുക്ത ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. ഇപ്പോൾ ബ്രിട്ടനും ഒപ്പം ചേർന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. മാസങ്ങളായി തുടർന്ന സൈനിക പരിശീലനവും നയതന്ത്രവും ഇപ്പോൾ തുറന്ന സംഘടനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ആക്രമണം മേഖലയെ അശാന്തിയുടെ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തെയും മിസൈൽ നിർമ്മാണത്തെയും ഭയക്കുന്നുണ്ട്. ഇറാന്റെ വലിയ തോതിലുള്ള ആണവ കേന്ദ്രങ്ങളും മിസൈൽ ശേഖരവും ആഗോളതലത്തിൽ ഭീഷണി ഉയർത്തുമെന്ന ആശങ്കയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇരു രാജ്യങ്ങളും വ്യോമാക്രമണത്തിന് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇറാന്റെ തുടർച്ചയായ ആക്രമണാത്മക പ്രവർത്തനങ്ങൾ തടയുന്നതിനും ഭീഷണികൾ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ് ഇറാന്റെ മിസൈൽ ശേഖരത്തിന് നേരെ ആക്രമണം നടത്തിയത്. ആക്രമണാത്മക പ്രവർത്തികൾക്ക് അറുതി വരുത്താൻ ഇറാനെതിരെ യുദ്ധം ചെയ്യണമെന്ന് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ആക്രമണം നിലനിൽപ്പിന് വേണ്ടിയാണ് നടത്തിയതെന്നും ഇതൊരു മുൻകരുതൽ നീക്കമാണെന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. ഇറാന്റെ പിന്തുണയോടുകൂടി വർഷങ്ങളായി നടന്ന ആക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് ഇത് ചെയ്തതെന്നും ഇസ്രായേൽ പറയുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ഇറാൻ തള്ളിക്കളഞ്ഞു. തങ്ങളുടെ പരമാധികാരത്തിനേറ്റ ക്ഷതമാണിതെന്നും തിരിച്ചടി ശക്തമാക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ വ്യോമാതിർത്തി അടച്ചിട്ടതിനാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് മുകളിലൂടെയായിരിക്കും മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ഉണ്ടാവുക. പശ്ചിമേഷ്യയിലുടനീളം ഇറാന്റെ സൈന്യം ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും നിരന്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. സൈനിക ലക്ഷ്യങ്ങൾക്കൊപ്പം ആക്രമണങ്ങൾ ഇറാനിലെ ഖമേനി ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുമെന്നും ലോക നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങൾ ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കൻ സേനയ്ക്കും സഖ്യകക്ഷികൾക്കും ഭീഷണി ഉയർത്തുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ ആക്രമണം യുദ്ധത്തിന്റെ മുന്നോടിയാണെന്ന് ട്രംപ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇസ്ഫഹാൻ, കോം തുടങ്ങി ഇറാനിലെ പല നഗരങ്ങളിലും ആക്രമണം നടന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇറാനിൽ വ്യോമ, കടൽ ആക്രമണങ്ങൾ നടന്നതായും റിപ്പോർട്ടുണ്ട്. യുദ്ധഭീതി മൂലം ഇസ്രായേലിലും ഇറാനിലുമുള്ളവർ അഭയം തേടുകയാണ്. ഇറാനെ ആക്രമിക്കാനുള്ള 5 കാരണങ്ങൾ ഇവയാണ്. ആണവായുധ ഭീഷണി. ഇറാൻ വൻതോതിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതായും ആണവായുധം നിർമ്മിക്കാൻ വളരെ അടുത്തെത്തിയതായും ഇസ്രായേലും അമേരിക്കയും ആരോപിക്കുന്നു. ഇറാൻ ആണവായുധം കൈക്കലാക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നും അത് തടയാൻ ഏത് അറ്റകൈയും പ്രയോഗിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഭീകര സംഘടനകൾക്കുള്ള പിന്തുണ. ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹമാസ്,
ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങി സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ പണവും ആയുധങ്ങളും നൽകുന്നു എന്നതാണ് മറ്റൊരു പ്രധാന കാരണം. മേഖലയിലെ സമാധാനം തകർക്കാൻ ഇറാൻ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നു എന്ന് അമേരിക്കയും ഇസ്രായേലും ഉറച്ചു വിശ്വസിക്കുന്നു. മൂന്നാമതായി, ഇറാൻ നടത്തിയ നേരിട്ടുള്ള ആക്രമണങ്ങൾ. 2024 ഏപ്രിലിലും ഒക്ടോബറിലും ഇറാൻ നേരിട്ട് ഇസ്രായേലിലേക്ക് 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും അയച്ചിരുന്നു. ഇതിനു മറുപടിയായി ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് ഇസ്രായേലും പ്രതിജ്ഞ ചെയ്തിരുന്നു. നാലാമതായി, മേഖലാ സുരക്ഷയും അമേരിക്കൻ താൽപ്പര്യങ്ങളും. ഗൾഫ് മേഖലയിലെ എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ നടത്തുന്ന ആക്രമണങ്ങളും അമേരിക്കയെ ചൊടിപ്പിച്ചു. മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാനും ഇറാന്റെ സ്വാധീനം കുറയ്ക്കാനും അമേരിക്കൻ സൈന്യം നേരിട്ട് ഈ യുദ്ധത്തിൽ പങ്കുചേരുകയും ചെയ്തിരിക്കുന്നു. അഞ്ചാമത്തതും പ്രധാനപ്പെട്ടതുമായ ഘടകം ഇറാനിലെ ഭരണമാറ്റമാണ്. പ്രസ്താവനയിൽ നെതന്യാഹു സൂചിപ്പിച്ചത് ഇറാനിയൻ ജനതയ്ക്ക് തങ്ങളുടെ വിധി സ്വന്തം കൈകളിൽ എടുക്കാനുള്ള സാഹചര്യം ഒരുക്കും എന്നാണ്. അതായത് ഇറാനിലെ നിലവിലുള്ള ഖമൈനി ഭരണകൂടത്തെ താഴെയിറക്കി തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഇതും ആക്രമണത്തിന്റെ ലക്ഷ്യം തന്നെയാണ്.